ഹലോ, നമുക്കിന്നേ ഒരു കുമ്പളങ്ങയും വെള്ളരിക്കായും കൂട്ടിയിട്ട് ഒരു മോരുകൂട്ടാൻ വെക്കാമേ. അപ്പം ആദ്യം തന്നെ കുമ്പളങ്ങയും വെള്ളരിക്കയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഇഞ്ചിയും പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് കറിവേപ്പിലയും ഇത്ര ഇട്ടിട്ട് നമ്മൾക്ക് ഇത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണേ. പിന്നെ നമ്മൾ ഇതിലോട്ടൊരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ജീരകവും പിന്നെ കുഞ്ഞുള്ളിയും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ അരപ്പ് ഇതിലോട്ട് ചേർത്തിട്ട് ഇതിൻ്റെ പച്ച മണം പോകുന്നിടം വരെ നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണേ. അതിൻ്റെ പച്ച ചുവ മാറണം. എന്നിട്ട് നമ്മൾ കുറച്ച് തൈരും കൂടി എടുത്ത് അടിച്ച് ഇതിലോട്ട് ഒഴിക്കണം. തൈര് ഒഴിച്ച ശേഷം നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം. കാരണം നമുക്കിങ്ങനെ ആവി മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിയുടെ ഇത് പോവേ. പിന്നെ അതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് നമുക്ക് ഒഴിക്കാം. ഈ റെഡ് കളറ് ഞാൻ കടുക് പൊട്ടിച്ചപ്പോൾ ഇച്ചിരി നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്താണ് പൊട്ടിച്ചത്. അതുകൊണ്ടാണ്